ഹലോ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ഓസ്കി വിത്ത് വിമൽ. ഇന്നത്തെ ഞാനൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, UK ഓസ്കിക്കകത്ത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഓസ്ട്രേലിയൻ ഓസ്കിയുടെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്തുനിന്ന് ചില കമൻസൊക്കെ വന്നായിരുന്നു. അതുപോലെ തന്നെ ഇന്നിപ്പം ഞാൻ ഒരു UK ഓസ്കിയുടെ വീഡിയോ ആണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. UK ഓസ്കിയിൽ ഞാൻ കുറേ സ്റ്റേഷൻസ് ഞാൻ ഇതിനു മുമ്പ് വീഡിയോയ്ക്ക് എത്തിയിട്ടുണ്ട്. എങ്കിലും ഇതൊരു അപ്ഡേറ്റഡ് സ്റ്റേഷനായിട്ട് വിചാരിക്കുക. അപ്പം ഈ UK ഓസ്കി ട്രെയിനിങ് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ UK ഓസ്കി ഓൺലൈൻ ചെയ്യുന്നുണ്ട്, ഓഫ്ലൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് കത്തീഡ്രൽ സ്പെസിമെൻ യൂറിൻ CSU ആണ്. CSU എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കത്തീഡ്രലിൻ്റെ അകത്തുനിന്ന് ഒരു സ്പെസിമെൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം പേഷ്യൻ്റെ അടുത്തേക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ ഇൻട്രഡക്ടറി 6 ചെയ്തിട്ടാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇൻട്രഡക്ടറി 6 അപ്രോച്ച് ചെയ്തതിന് ശേഷം നമ്മൾ പേഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് നിൻ്റെ കത്തീഡ്രൽ ഞാനൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കണം. can I have a look at your catheter എന്ന് പറഞ്ഞ കത്തീഡ്രൽ ഒന്ന് കാണുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ പെർമിഷൻ മേടിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്തു, നമ്മൾ ബ്ലാങ്കറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഏപ്രൺ ഗ്ലൗ ഇട്ടതിന് ശേഷം നമ്മൾ കത്തീഡ്രലിൻ്റെ ഡ്രെയിനേജ് ട്യൂബ് ഒന്ന് കാണണം. എന്നിട്ട് ഡ്രെയിനേജ് ട്യൂബ് കണ്ടിട്ട് നമ്മൾ പറയണം, ഐ ക്യാൻ സീ യുവർ ഡ്രെയിനേജ് ട്യൂബ് ലുക്സ് ഓക്കെ ദെയർ, ഇറ്റ്സ് എ ഡ്രെയിനിങ് ഓക്കെ, ദർ ഇസ് നോ precipitate there, there is no kinking at all, and coming down to the bag is completely empty and there is no need for empty. അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ കത്തീഡ്രൽ ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏപ്രൺ ഗ്ലൗ റിമൂവ് ചെയ്യുക. ഏപ്രൺ ഗ്ലൗ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലാങ്കറ്റ് ബാക്ക്, ഹാൻഡ് ജെല്ല്, ബ്ലാങ്കറ്റ് ബാക്ക്. അത് കഴിഞ്ഞിട്ട് ഗോ ബാക്ക് ടു ദ ആർട്ടിക്കിൾസ്. നമുക്ക് ആർട്ടിക്കിൾസ് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുവാണെങ്കിൽ ആർട്ടിക്കിൾസ് ഒരു ഇൻകോണ്ടിനൻറ്റ് പാഡ്, ഒരു ചെറിയൊരു ഇൻകോണ്ടിനൻറ്റ് പാഡ് 10x10 10x15 ഒരു ഇൻകോണ്ടിനൻറ്റ് പാഡ് എടുക്കുക. അതുപോലെ 2 ആൽക്കഹോൾ സ്വാബ്, 10 ml സിറിഞ്ച്, ഒരു സാമ്പിൾ ബോട്ടിൽ പ്രീ ലേബിൾഡ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ക്ലീൻ ഗ്ലൗ പാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അതായത് ഗ്ലൗ പാക്ക് യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ സാമ്പിൾ ബാഗുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്ലിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ സാമ്പിൾ എടുക്കുന്നത് ഒന്നെങ്കിൽ ഒരു സാമ്പിൾ പോട്ടിലായിരിക്കും. പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡിലെസ് പോട്ടാണ്, അല്ലെങ്കിൽ നീഡിൽ വെച്ച് എടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും. എന്താണോ അവർ ഇൻസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, യു ഗോ വിത്ത് ദാറ്റ് വേ. അപ്പോൾ ഇത് സിറിഞ്ച് വേണം, പക്ഷേ നീഡിൽ എടുക്കുകയാണെങ്കിൽ നീഡിലും ഷാർക്ക് കണ്ടെയ്നറും ഉണ്ടായിരിക്കണം. ഓക്കെ, സാധാരണ 18 kg നീഡിലിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഈ സംഭവം പേഷ്യൻ്റെ നമ്മളുടെ കത്തീഡ്രൽ ഡ്രെയിനേജ് ട്യൂബ് നമ്മൾ ഓക്കെ ആക്കി ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ക്ലാമ്പ് അവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ക്ലാമ്പ് അപ്ലൈ ചെയ്യുമ്പോൾ പേഷ്യൻ്റ് പറയണം, ഇത് കുറച്ച് സ്മോൾ ബിറ്റ് ഓഫ് ഡിസ്കംഫർട്ട് ഈസ് ഓക്കെ, ബട്ട് ഇഫ് യു ഫീൽ മോർ അൺകംഫർട്ടബിൾ പ്ലസ് ദ ബെൽ ഐ വിൽ കം ബാക്ക് ടു യു ആൻഡ് നെക്സ്റ്റ് ടൈം സെനാരി യു ക്യാൻ അൺക്ലാമ്പ് യുവർ സെൽഫ് എന്ന് പേഷ്യൻ്റെ അടുത്ത് പറയണം. അപ്പോൾ പേഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ പേഷ്യൻ്റ് അത് അപ്രീഷിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇത്രയും ആർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്യുക. ആർട്ടിക്കിൾസ് അറേഞ്ച് ശേഷം തിരിച്ച് ബാക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ട്രേ ക്ലീനിങ്ങിൻ്റെ കാര്യം ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഇതിന് മുമ്പ് എൻ്റെ വീഡിയോ കേസിനകത്ത് ട്രേ ക്ലീനിങ് എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. ട്രേ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആർട്ടിക്കിൾസൊക്കെ പെറുക്കി വെക്കാനായിട്ട്. പെറുക്കി വെക്കുമ്പോൾ നല്ല സീരീസ് ഓർഡറായിട്ട് വെക്കണം, കാരണം മെസ്സായിട്ട് വെക്കരുത്, കാരണം പല എക്സാമിനേഴ്സിനും മെസ്സ് ഇഷ്ടമല്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പേഷ്യൻ്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുക. അപ്രോച്ച് ചെയ്തിട്ട് പേഷ്യൻ്റെ അവിടെ പെർമിഷൻ ചോദിച്ചിട്ട് ബ്ലാങ്കറ്റ് ലിഫ്റ്റ് ചെയ്യുക, ഏപ്രൺ ഗ്ലൗ ഇടുക, ഹാൻഡ് ജെല്ല്. അതിനുശേഷം നമ്മൾ പേഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കത്തീഡ്രൽ കാണുന്നു. അപ്പോൾ തന്നെ പേഷ്യനോട് ചോദിക്കണം, നീ ഓക്കെ ആണോ, നീ കംഫർട്ടബിൾ ആണോ. നമ്മൾ ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ട് പോന്നിരിക്കുവാണ്, നീ ഓക്കെ ആണോ, നീ കംഫർട്ടബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കിയതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻറ്റിൻ്റെ കത്തീഡ്രൽ നമ്മൾ ഓക്കെ ആക്കി, കത്തീഡ്രൽ കൺഫേം ചെയ്തു. കത്തീഡ്രൽ കൺഫേം ചെയ്തതിന് ശേഷം നമ്മളൊരു ആൽക്കോജൽ പൈപ്പ് എടുക്കുന്നു. ആൽക്കോ പൈപ്പ് എടുത്തിട്ട് ആ പോട്ട് നമ്മളൊന്ന് വൈപ്പ് ചെയ്യുന്നു. ആ പോട്ട് വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ സിറിഞ്ച് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പുഷ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആസ്പിറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പോൾ പണ്ടൊക്കെ ചില സീരീസിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അഭിനയിക്ക് മാത്രമേ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ബ്ലഡും നിങ്ങൾക്ക് യൂറിനൊന്നും വരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് നിങ്ങൾക്ക് യൂറിനൊക്കെ വരുന്ന ഒരു സെറ്റപ്പൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂറിനടുത്ത് തന്നെ ആസ്പിറേറ്റ് ചെയ്തെടുക്കുക. യൂറിനല്ല വെള്ളമാണ് വരുന്നത്, പലപ്പോഴും വെള്ളം ആസ്പിറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് നമ്മൾ ഈ സംഭവം അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ സാമ്പിൾ ബോട്ടിൽ എടുക്കുക. റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഈ സാമ്പിൾ ബോട്ടിലിൻ്റെ അകത്തേക്ക് നമ്മൾ യൂറിൻ ഒഴിക്കുക. യൂറിൻ ഒഴിക്കുമ്പോൾ നമ്മൾ യൂറിൻ ഡിസ്ക്രൈബ് ചെയ്യണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സാമ്പിൾ പോട്ടിൻ്റെ അകത്താക്കി ഒരു സാമ്പിൾ ബാഗുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ സ്ലിപ്പ് ഉണ്ടാക്കി മടക്കി വെച്ചാൽ മതി. ഈ നീഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ തന്നെ വൈപ്പ് ചെയ്യണം. വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നീഡിൽ ഒരു 45 ഡിഗ്രി ആംഗിൾ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്തിട്ട് ആസ്പിറേറ്റ് ചെയ്യുക. ചിലപ്പോൾ ആസ്പിറേറ്റ് ചെയ്യുന്ന അഭിനയിക്കണം, ചിലപ്പോൾ നിങ്ങൾക്ക് ആസ്പിറേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് കിട്ടും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലേക്ക് ഒഴിക്കുന്ന ടെക്നിക്കെല്ലാം സെയിമാണ്. ഒഴിച്ച് കഴിഞ്ഞ് സംഭവം സീൽ ചെയ്ത് വെച്ചതിന് ശേഷം തിരിച്ച് വന്നിട്ട് സെക്കൻഡ് ആൽക്കഹോൾ വൈപ്പ് എടുത്തിട്ട് രണ്ടാമതൊന്ന് വൈപ്പ് ചെയ്യുക. വൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുക പോട്ടിൻ്റെ സൈറ്റ് ഓക്കെ ആണെന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാമ്പ് റിമൂവ് ചെയ്യുന്നു, അതുപോലെ ഇൻകോ പാഡ് റിമൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ട്രേക്കകത്തുള്ള ആർട്ടിക്കിൾസ് എല്ലാം എടുത്ത് പെറുക്കി മാറ്റി വയ്ക്കുന്നു. പെറുക്കി മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏപ്രൺ ഗ്ലൗ റിമൂവ് ചെയ്യുന്നു, ഹാൻഡ് ജെൽ അപ്ലൈ ചെയ്യുന്നു. ഇത്രയും സാധനം നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് പ്രൊസീജിയർ, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, പോസ്റ്റ് പ്രൊസീജിയർ ഉണ്ട്. ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്, നഴ്സസ് നോട്ടായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് പ്രൊസീജിയർ ചെയ്യാം. അപ്പോൾ അതിനിടയ്ക്ക് 1-2 കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം. കാരണം പേഷ്യൻ്റ് UTI അടിച്ചിരിക്കുകയാണ്, അതല്ലെങ്കിൽ പേഷ്യൻ്റ് UTI സിംറ്റംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ സംഭവം ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ലുക്കൗട്ട് ചെയ്യണം, എന്നിട്ട് അത് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അതുപോലെ പേഷ്യൻ്റ് നമുക്ക് അപ്രോപ്രിയേറ്റ് റെഫറൻസ്, അപ്പോൾ ഇതിന് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഷ്യൻ്റ് ഇപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർക്ക് ഇത് റെഫർ ചെയ്യാം. എംപിക്കൽ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് റിസൾട്ടുമായിട്ട് ഞാൻ 4 hours വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോംപ്റ്റ് ചെയ്തോണം. അപ്പോൾ ഇങ്ങനെ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു രീതിയില്ല, നാച്ചുറലി നിങ്ങൾ ബിഹേവ് ചെയ്യുക. പക്ഷേ ഈ ഒരു ഗൈഡ് ലൈനിലായിരിക്കും നിങ്ങൾ ഈ സ്റ്റേഷൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് നമ്മളുടെ കത്തീഡ്രൽ സ്പെസിഫിൻ യൂറിൻ എന്ന് പറഞ്ഞ സാമ്പിൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റൽ ട്രെയിനിങ്, ഓൺലൈൻ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ട്രെയിനിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ വർഷങ്ങളായിട്ട്, എനിക്ക് 3-4 വർഷമായിട്ട് ഞാൻ ഹോസ്പിറ്റൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. ഒരു 10-400 പിള്ളേരെ ഞാൻ ജയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ തന്നെ ഒരു ലീഡ് ട്രെയിനറാണ്. ഞാൻ 17 years UK അരിസ്റ്റത്തിൽ വർക്ക് ചെയ്ത ഒരു സീനിയർ നഴ്സ് മാനേജറുള്ള നേഴ്സായിട്ട് ഞാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് ഹോമിലെ സീനിയർ നഴ്സ് മാനേജറായി. അങ്ങനെ ഹോസ്പിറ്റലിലും നഴ്സിംഗ് ഹോമിലും അവരുടെ ഒരുവിധപ്പെട്ട എല്ലാ ഫെസിലിറ്റിയിലും വർക്ക് ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ സംഭവം എല്ലാം അറിയാം. ഞാൻ ഈ 3 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. 100 കണക്കിന് പിള്ളേരെ ഞാൻ ജയിപ്പിച്ച് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വണ്ടർഫുള്ളായിട്ട് നിങ്ങളെ ജയിപ്പിച്ച് തരാം. നിങ്ങൾക്ക് റിസൾട്ട് അഷ്യൂർ ചെയ്ത് നിങ്ങളെ ജയിപ്പിച്ച് തരാം. അതുപോലെ ടൈലർ മെയ്ഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞാൻ നടത്തുന്നത്. എൻ്റെ ടൈമിങ്ങിലല്ല, നിങ്ങളുടെ ടൈമിംഗ് ഞാൻ ചെയ്തു തരും. ഒരു ചെറിയ ഗ്രൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 1 മാസമായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഈ സ്റ്റേഷനെ കുറിച്ച് ഐഡിയ കിട്ടിയെന്നാണ് വിശ്വാസം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ ബെൽ ഐക്കൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ UK ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്, UK ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയ ചെയ്യുന്നുണ്ട്, അയർലൻഡ് ചെയ്യുന്നുണ്ട്, ന്യൂസിലൻഡ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു വണ്ടർഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് ടു ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് അനദർ വണ്ടർഫുൾ വീഡിയോ.